തൂത്തുക്കുടിയിലെ കോവിൽപേട്ടയിൽ കുരുവിനത്തം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു 42 വയസ്സുള്ള ജ്ഞാനശേഖർ എന്ന് പറയുന്ന ഒരാളും ആളുടെ ഫാമിലിയും താമസിച്ചിരുന്നത്. സേലത്ത് എന്നായിരുന്നു ആളുടെ വൈഫിന്റെ പേര്. 38 വയസ്സായിരുന്നു പ്രായം. അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും 2 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 14ഉം 16ഉം വയസ്സായിരുന്നു അവരുടെ പ്രായം. അപ്പോൾ ഈ ഒരു ശേഖർ ജനിച്ചു വളർന്നതൊക്കെ ആ ഒരു നാട്ടിൽ തന്നെയാണ്. ആളുടെ ജോലി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കച്ചവടമായിരുന്നു. ആളുടെ കയ്യിലൊരു പെട്ടിയോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിരാവിലെ വെളുപ്പിന് 3 മണി ടൈമിലൊക്കെ ആകുമ്പോഴത്തേനും ആൾ നേരെ മാർക്കറ്റിലോട്ട് പോകും. എന്നിട്ട് മീനും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും. അതിനുശേഷം നാട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ചില്ലറായിട്ട് വിൽക്കും. അതായിരുന്നു അയാളുടെ തൊഴിൽ. അങ്ങനെ ഇവരുടെ ലൈഫ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 13, 2022 പതിവ് പോലെ അദ്ദേഹം രാവിലെ ഒരു 3 മണിയായപ്പോഴത്തേനും തൻ്റെ പെട്ടിയോട്ടോ എടുത്ത് കയറ്റി മീൻ എടുക്കാനായിട്ട് മാർക്കറ്റിലോട്ട് പോയി. മീനെടുത്തൊരു തിരിച്ചു വരുന്ന ടൈം ഏകദേശം ഒരു 4:30 ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആളില്ലാത്തൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ ഓട്ടോ വരുമ്പോൾ ബാക്കിലൂടെ ഒരു കാർ ഇങ്ങനെ ഹോൺ അടിച്ച് വരുന്നത് ഇയാളിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നാൽ അതൊരു ചെറിയ റോഡായിരുന്നു. വഴി കൊടുക്കാനുള്ള ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആൾ പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപ് ആ ഒരു വണ്ടി ഇയാളുടെ പെട്ടിയോട്ടോ ഇടിച്ചിടായിരുന്നു. അപ്പോൾ ഇയാളും പെട്ടിയോട്ടവും കൂടെ മറിഞ്ഞു വീണു. ആ ഒരു വണ്ടി കുറച്ച് മുന്നോട്ട് പോയിട്ട് നിർത്തി. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങുകയായിരുന്നെന്നായിരുന്നു ഇയാൾ ചിന്തിച്ചത്. എന്നാൽ ഇത്തിരി മങ്ങിയ വെളിച്ചത്തിൽ ആൾ കണ്ടത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ കയ്യിലൊരു പെട്രോൾ ബോംബാണ്. അതായത് ഒരു കുപ്പിയിൽ പെട്രോൾ നിറച്ചിട്ട് തുണിയൊക്കെ ഇട്ടിട്ട് കത്തിച്ചിട്ടുണ്ട്. സോ ഇയാൾ നമ്മളെ രക്ഷിക്കാനല്ല വരുന്നത്, തന്നെ കൊല്ലാനാണ് വരുന്നതെന്ന് അയാൾ മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആൾ എന്താ പറയുക എഴുന്നേറ്റ് ഓടാനായിട്ട് ശ്രമിച്ചു. അപ്പോഴത്തേനും ഇയാൾ പെട്രോൾ ബോംബ് എറിഞ്ഞു. ഇയാളുടെ മേൽ അവിടെ ഇവിടെ ഒക്കെ കത്തുന്നുണ്ടായിരുന്നു. എന്നാലും അടുത്തുള്ള കാട്ടിലോട്ട് ഇയാൾ എന്താ പറയുക അതിവേഗത്തിൽ ജീവനും കയ്യിൽ പിടിച്ച് ഓടി പോവുകയായിരുന്നു. എന്നിട്ട് ആൾ കാടിൻ്റെ അകത്ത് ഒളിച്ചിരുന്നു. അതായത് വെളിച്ചം വരുന്നത് വരെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ ടൈമിലാണ് ആ കാട്ടിൽ നിന്നും അയാൾ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ആളുകളൊക്കെ ആ ഒരു ഏരിയയിലൂടെ പോയി തുടങ്ങി. ആ ഒരു ടൈമിൽ മാത്രമായിരുന്നു ആൾ കാട്ടിൽ നിന്ന് പുറത്തു വന്നത്. എന്നിട്ട് ആൾ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്ന് ഇയാളെ കണ്ട ഭാര്യയായിട്ടുള്ള റാണിയും മക്കളും ആൾക്കാടെ പേടിച്ചു പോയി. നോക്കുമ്പോൾ ഇയാളുടെ ദേഹം മുഴുവൻ പൊള്ളിയിട്ടുണ്ട്. അവിടെ പരിക്കേറ്റ പാടുകളുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് പറ്റിയത്, വല്ല ആക്സിഡൻറ്റാ പറ്റിയോ, എന്താണ് സംഭവിച്ചതെന്നൊക്കെ വൈഫും മക്കളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നോ. അപ്പോൾ ശേഖർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ആക്സിഡൻറ്റ് തന്നെയാണെന്നാണ് ഞാനും ആദ്യം വിചാരിച്ചത്. എന്നാൽ അതൊരു ആക്സിഡൻറ്റ് മാത്രമായിരുന്നില്ല, എന്നെ കൊല്ലാനായിട്ട് ആരോ വന്നതായിരുന്നെന്ന് ആൾ വൈഫിനോട് പറയുകയാണ്. അതേപോലെ തന്നെ എന്താ പറയുക ഒരു വിവരം അറിഞ്ഞ് വന്ന നെയ്ബേഴ്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അപ്പോഴത്തേനും ഈ ഒരു വിവരം അറിഞ്ഞു ഒരുപാടധികം ആളുകൾ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നെയ്ബേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഇദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ ശേഖറിനെ കൊല്ലാനും മാത്രമുള്ള ശത്രുത ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്? ഇതിന് ശേഷം ആളുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? പോലീസുകാർ ഈ ഒരു കുറ്റവാളിയെ കണ്ടുപിടിച്ചു? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ നോക്കുമ്പോൾ ഈ ശേഖറിന് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. ഇപ്പോൾ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, ബിസിനസ് ലൈഫിലായിക്കോട്ടെ, ആൾക്ക് അങ്ങനെ പറയത്തക്ക ശത്രുക്കളൊന്നുമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ കൊല്ലാനും മാത്രമുള്ള ദേഷ്യമുള്ള ആരും തന്നെ ഇല്ല. അതായത് ആൾ ഭയങ്കര ശാന്ത സ്വഭാവക്കാരനായിരുന്നു. അപ്പോൾ ശേഖർ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ റൊട്ടീനും കാര്യങ്ങളും അറിയുന്ന ആരോ ആണ് ഇത്തരത്തിലുള്ളൊരു കൃത്യത്തിന് പിന്നിൽ എന്നുള്ളതാണ്. അതായത് തൻ്റെ കയ്യിൽ പണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാകും. അപ്പോൾ അത് അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു അറ്റംപ്റ്റ് നടത്തിയെന്നുള്ളൊരു ചിന്തയായിരുന്നു ശേഖറിന് ഉണ്ടായിരുന്നത്. എന്നാലും ആൾ പോലീസിലോട്ടൊന്നും പോയില്ല. പോലീസിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസം സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അതേപോലെ തന്നെ പിന്നെ അത് എന്താ പറയുക ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരമായപ്പോൾ ആൾ ആക്സിഡൻറ്റ് നടന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ആളുടെ ഓട്ടോ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ആൾ ചിന്തിച്ചതൊരു 3-4 ദിവസം റെസ്റ്റ് എടുക്കാം, അതിനുശേഷം എല്ലാം ഒന്ന് ശരിയാവും, എൻ്റെ പരിക്കൊക്കെ മാറിയതിന് ശേഷം വീണ്ടും ജോലിക്ക് പോകാം എന്നുള്ളൊരു മൈൻഡായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം തുടങ്ങിയിട്ട് ശേഖറിൻ്റെ വീട്ടിലോട്ട് ബന്ധുക്കളുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ പ്രവാഹമായിരുന്നു. കാരണം ഇത് ജസ്റ്റ് ഒരു ആക്സിഡൻറ്റ് മാത്രമായിരുന്നില്ല, ഒരു മർഡർ അറ്റംപ്റ്റ് കൂടെ ആയിരുന്നു. അപ്പോൾ ആർക്കാണ് ഇയാളോട് ഇത്രയും ദേഷ്യമുള്ളത്? തങ്ങളുടെ റിലേറ്റീവിനല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിനെ ദ്രോഹിക്കാനും മാത്രമുള്ള ആരൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ അറിയുന്നതിന് കൂടെ വേണ്ടിയിട്ടായിരുന്നു ആളുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ തനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ എന്നുള്ളൊരു ചിന്ത ശേഖറിനും ആളുടെ വൈഫിനൊക്കെ വരികയാണ്. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞു ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട്. അപ്പോഴാണ് ശേഖറിൻ്റെ ചിറ്റ വരുന്നത്. ആ ഒരു ടൈമിൽ ശേഖർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈഫിനോട് ചോദിച്ചു ശേഖർ എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് രാവിലെ തന്നെ ഒരു 5 മണി ടൈമൊക്കെ ആയപ്പോൾ എന്തോ ബിസിനസ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആൾ പോയതാണ്. എങ്ങോട്ടാണ് പോയതെന്നൊന്നും അറിയില്ല. ആളുടെ മുറിവുകളും കാര്യങ്ങളൊന്നും മര്യാദക്കൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ മാറിയിട്ട് പോയാൽ മതി എന്ന് താൻ പറഞ്ഞതാണ്. എന്നാലും ശേഖർ അത് കേട്ടില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു റാണി പറഞ്ഞത്. ഇത് കേട്ട
എന്താ പറയുക, ശേഖറിൻ്റെ ചിറ്റ വിചാരിക്കുകയാണ് ഓക്കെ അവന് പൈസ കിട്ടുന്നത് ജോലി ചെയ്തിട്ടാണല്ലോ, അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇനിയിപ്പോൾ പണി മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പോയതായിരിക്കും എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് ഞാൻ വന്ന കാര്യം ശേഖറിനോട് പറഞ്ഞോളാൻ പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ എത്തിയതിന് ശേഷം അവർ ശേഖറിൻ്റെ ഫോണിൽ ട്രൈ ചെയ്തു, എന്നാൽ കോള് പോകുന്നുണ്ടായിരുന്നില്ല, ഫോൺ ഓഫായിരുന്നു. അന്നത്തെ ദിവസം മുഴുവന് അവർ ഇതേപോലെ തന്നെ ട്രൈ ചെയ്യാണ് ഫോണിൽ, എന്നാൽ ശേഖറിൻ്റെ ഫോൺ കണക്റ്റ് ആകുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം ഈവനിങ് ആയപ്പോൾ ചിറ്റൊരു ന്യൂസ് കേൾക്കുകയാണ്. അതായത് അവിടെ അടുത്ത് അച്ചൻകുളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ബൈപ്പാസിൻ്റെ സൈഡിൽ ഒരു പുരുഷൻ്റെ മൃതദേഹം പാതി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി എന്നുള്ളൊരു ന്യൂസായിരുന്നു ഇത്. അപ്പോൾ ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ അവർക്ക് ഇത്തിരി പേടിയാവുകയാണ്, ഇനി ഇത് ശേഖറിൻ്റെ ബോഡിയാണോ, ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അങ്ങനെയുള്ള ഒരുപാടധികം ചിന്തകൾ വരികയാണ്. അങ്ങനെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൂടുതലായിട്ട് അന്വേഷിച്ചു. അപ്പോൾ രാവിലെ ആ ഒരു ബൈപ്പാസിൻ്റെ അതിലൂടെ നടക്കാൻ പോയ ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടത്. അതായത് അവിടെ അകലെ എന്തോ കത്തുന്നത് കണ്ടു. അത് കണ്ട് അവർ പോയി നോക്കിയപ്പോൾ അതൊരു മനുഷ്യൻ്റെ ശരീരം കത്തുന്നതാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അവർ പോലീസിനെ വിവരം അറിയിച്ചു. അപ്പോൾ പോലീസുകാർ ഉടനെ തന്നെ സ്ഥലത്തെത്തി. പിന്നീട് ഫോറൻസിക് ടീമും ഫയർഫോഴ്സും ഒക്കെ വന്നു. ഫയർഫോഴ്സ് വന്ന് തീ അണച്ചതിന് ശേഷം ഫോറൻസിക് ടീം തെളിവുകളും മറ്റുമൊക്കെ ശേഖരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നൊരു ചാക്ക് കിട്ടി. അപ്പോൾ പോലീസുകാരുടെ ഒരു പ്രാഥമിക നിഗമനം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കൊല നടന്നത് അവിടെ വെച്ചല്ല, വേറെ എവിടെയോ വെച്ച് കൊല നടന്നിട്ട് ആ ഒരു ചാക്കിലാക്കി ഒരു ബോഡി കൊണ്ടുവന്ന് അവിടെ ഇട്ട് കത്തിച്ചതാണെന്നുള്ളൊരു അസംഷനിലോട്ട് പോലീസുകാർ എത്തുകയാണ്. എന്നാൽ അത് ആരുടെ ബോഡിയാണ്, എവിടെ നിന്നാണ് ആ ഒരു ബോഡി വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസിനെ കൊണ്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ആ ഒരു ബോഡി ഓട്ടോപ്സിക്ക് വിട്ടു. അപ്പോൾ ഓട്ടോപ്സിയുടെ ആദ്യഘട്ട റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇയാൾക്കൊരു 45-നും 50-നും ഇടയിൽ പ്രായമുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 12 മണിക്കൂർ മുൻപായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തലയിൽ ശക്തിയായിട്ട് എന്തോ ഒരു ഒബ്ജക്റ്റ് വെച്ച് അടിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ന്യൂസിൽ വന്നു. ശേഖറിൻ്റെ ബന്ധുക്കളും അതേപോലെ തന്നെ എന്താ പറയുക ഫ്രണ്ട്സ് എല്ലാവരും ശേഖറിൻ്റെ വീട്ടിലോട്ട് വരികയാണ്, ശേഖറോടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട്. അവർക്കെല്ലാവർക്കും ശേഖറുമായിട്ടാണ് ഇതിനെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ അവിടെ വന്ന് ഈ ഒരു റാണിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ റാണി പറഞ്ഞു ആൾ വേറൊരു നാട്ടിലോട്ട് പോയേക്കാണ് ബിസിനസ് ആവശ്യത്തിന്, അത് ശേഖറൊന്നും ആയിരിക്കില്ല, ഫോൺ ചിലപ്പോൾ ഓഫായി പോയതായിരിക്കും എന്നൊക്കെ പറയുകയാണ്. എന്നാലും കുറച്ച് ആളുകൾ അവിടെയൊക്കെ കൂടി ചിറ്റയും വന്നിട്ടുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോവാണ്. അവർ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലോട്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ പറഞ്ഞു ഞാൻ ഇന്നിങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ എന്താ പറയുക റിലേറ്റീവായിട്ടുള്ള ശേഖറാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്, അപ്പോൾ ബോഡി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കൊണ്ട് പോലീസുകാർ നേരെ മോർച്ചറിയിലോട്ട് പോവുകയാണ്. അവിടെ ബോഡി ഉണ്ടായിരുന്നു. അവർ ആ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു, അത് ശേഖർ തന്നെ ആയിരുന്നു. ശേഖറിൻ്റെ ചിറ്റ അങ്ങനെ പോലീസിൻ്റെ അടുത്ത് 2-3 ദിവസം മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഇയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ പോലീസുകാർക്ക് ഏകദേശം ഒരു കണക്ഷൻ കിട്ടി. ഓൾറെഡി ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ഇദ്ദേഹത്തിനെതിരെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കൊല്ലപ്പെട്ടത് ആരാണെന്ന് മനസ്സിലായി. ഇനി ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്, എങ്ങനെയാണ് കൊന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയാൽ മതി. പോലീസുകാർ ആദ്യം തന്നെ ശേഖറിൻ്റെ വൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് ശേഖറിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആളാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ശത്രുക്കളുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയായിരിക്കും. അപ്പോൾ അതിനിടയിൽ ചിറ്റ വീണ്ടും ഒരു കാര്യം കൂടെ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. ഈ ഒരു ബോഡിയൊക്കെ കണ്ട് അത് ശേഖറിൻ്റേതാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് അവർ ആ ഒരു കാര്യം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് തനിക്ക് വീട്ടിലുള്ളവരെയാണ് സംശയം എന്നുള്ളതായിരുന്നു ചിറ്റ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർ കണ്ടെത്തിയൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അന്നത്തെ ദിവസം അവർ ഈ ഒരു ശേഖറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് തിരിച്ചു വരുന്ന ടൈമിൽ ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ ബ്ലഡിൻ്റെ ഡ്രോപ്പ് കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽ പെട്ടു. സോ ശേഖറിന് വീടിൻ്റെ അകത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത അവർക്ക് തള്ളിക്കളയാനായിട്ട് സാധിച്ചില്ല. കാരണം അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എന്തൊക്കെയോ ഇവർ മറച്ചു വെക്കുന്നതായിട്ട് ഈ ഒരു ചിറ്റക്ക് തോന്നുകയായിരുന്നു. ഇവർ ഈ സംശയങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ അടുത്ത് പങ്കുവെക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ നേരെ ശേഖറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് റാണിയോട് സ്റ്റേഷനിലോട്ട് വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ റാണി പറഞ്ഞു എനിക്കിവിടെ 14-16 വയസ്സുള്ള മക്കളൊക്കെ ഉണ്ട്, എനിക്കങ്ങനെ വരാനൊന്നും പറ്റില്ല, അപ്പോൾ ഇവരാര് നോക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡ് ഇതേപോലെ തന്നെ മരിച്ചിട്ടുണ്ട്, വളരെ ദാരുണമായിട്ടുള്ള രീതിയിൽ ആരോ അയാളെ കൊന്നിട്ടുണ്ട്, സോ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസിന് ഉത്തരം തരാനായിട്ട് സ്റ്റേഷനിലോട്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കസ്റ്റഡിയിലെടുത്ത് നേരെ കൊണ്ടുപോവുകയായിരുന്നു.
ആ ഒരു പോയതിൻ്റെ പിന്നാലെ തന്നെ ഫോറൻസിക് ടീം വന്നു. അവിടെ കണ്ടിരുന്ന ബ്ലഡ് ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അവർ സാമ്പിൾസൊക്കെ ശേഖരിച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. ടെസ്റ്റ് ചെയ്തതിൽ അത് ശേഖറിൻ്റെ ബ്ലഡ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൺഫേം ആവുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും തന്നെ ഈ ഒരു റാണി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റാണി തനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം മാത്രമായിരുന്നു പോലീസിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ റാണിയുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരാൾ ഇൻവോൾവ് ആയിട്ടുള്ളതായിട്ട് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. കാർത്തിക് എന്ന് പറയുന്ന ഒരാളായിരുന്നു അത്. അപ്പോൾ ഈ കാർത്തിക് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 വയസ്സുള്ളൊരു പയ്യനാണ്. ഇവരുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5 വീട് മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് ആളൊരു മരത്തിൻ്റെ കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മരക്കട. അതിനുശേഷം പോലീസുകാർ നേരെ കാർത്തികിൻ്റെ മരക്കടയിൽ പോയി ആളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു, ഇവൻ ഇത്തരത്തിലുള്ളൊരു കൊലപാതകമൊക്കെ ചെയ്തല്ലേ എന്നുള്ളത്. അപ്പോൾ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആളുകൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളും, അതായത് ഈ ഒരു കാർത്തികും ഈ ശേഖറിൻ്റെ 16 വയസ്സുള്ള മകളും തമ്മിൽ പ്രണയമായിരുന്നു എന്നുള്ളത് നാട്ടുകാർക്കൊക്കെ അറിയാം. കാരണം ഇവർ കറങ്ങി നടക്കുന്നതും മറ്റൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ശേഖറും അതുപോലെ തന്നെ ഈ ഒരു കാർത്തികും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നതായിട്ടും നാട്ടുകാർക്ക് അറിയാം. അപ്പോൾ മകളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ ഇവൻ കൊന്നതായിരിക്കും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു റിലേറ്റീവ്സും അതുപോലെ തന്നെ എന്താ പറയുക നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ പോലീസുകാർ ആ ഒരു ടൈമിൽ അവർക്ക് മറ്റൊരു ഷോക്ക് കൊടുക്കുകയായിരുന്നു. നിങ്ങൾ പറയുന്നത് പോലെ ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയും ഇവരും തമ്മിൽ ബന്ധമുണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം, അതിനെക്കുറിച്ച് ഇങ്ങോട്ട് ഞങ്ങൾ അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ. എന്നാൽ ഈ ഒരു കാർത്തികും അതുപോലെ തന്നെ ഈ ശേഖറിൻ്റെ ഭാര്യയായിട്ടുള്ള റാണിയും തമ്മിൽ ഒരു അഫെയർ ഉണ്ട് എന്നുള്ളതായിരുന്നു പോലീസുകാർ പറഞ്ഞ കാര്യം. ഇത് കേട്ട് ആളുകൾ അകപ്പാടെ ഞെട്ടിപ്പോയി. അതായത് ശേഖറിൻ്റെ മകളെയാണ് ഇവൻ പ്രണയിക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകളെ മാത്രമല്ല അമ്മയും കൂടെ അവൻ ഇതേപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംസാരമായി പിന്നീട് അവിടെ. അങ്ങനെ റാണിയെയും കാർത്തികിനെയും പോലീസുകാരിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ വേറൊരാളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടെ ഉള്ളതായിട്ട് പോലീസുകാർ മനസ്സിലാക്കുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, ശങ്കറിൻ്റെ 16 വയസ്സുള്ള മകളായിരുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ കൂടി അറസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇവരെ 3 പേരെയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് എങ്ങനെയാണ്, എന്തിനാണ് ഇയാളെ കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ജ്ഞാനശേഖറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ കയ്യിലൊരു പെട്ടിയോട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു കാർത്തിക് ആളുടെ മരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇയാളുടെ പെട്ടിയോട്ടോ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാൾ സ്ഥിരമായിട്ട് ഈ ഒരു ശേഖറിൻ്റെ വീട്ടിലോട്ട് വന്ന് തുടങ്ങുന്നത്. അപ്പോൾ വരുമ്പോഴൊക്കെ ആൾ റാണിനെ കാണുന്നുണ്ടായിരുന്നു. റാണിനെ കണ്ടപ്പോൾ ആൾക്കൊരു അട്രാക്ഷൻ തോന്നി. അതിനുശേഷം ഈ ഒരു റാണിയെ കാണുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ ശേഖർ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ചെല്ലും. എന്നിട്ട് ശേഖറില്ലേ എന്നൊക്കെ ചോദിക്കും, 1-2 കാര്യങ്ങളൊക്കെ സംസാരിക്കും, എന്നിട്ട് തിരിച്ചു പോകും. അത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ റാണിക്ക് സംഗതി പിടികിട്ടി. അതായത് ശേഖറില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവൻ വരുന്നത്, ഇവന് എൻ്റെ അടുത്തൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കാരണമാണ് വരുന്നതെന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. അവർ നോക്കുമ്പോൾ പയ്യൻ ചെറുപ്പമാണ്, കാണാനും കുഴപ്പമൊന്നുമില്ല, ഇവനുമായിട്ടൊരു അഫെയർ കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സീനൊന്നുമില്ല എന്നുള്ള കാര്യം അവർ ചിന്തിക്കുകയാണ്. പതിയെ ഈ ഒരു ശേഖറില്ലേ എന്ന് ചോദിച്ചു വരുന്ന പയ്യൻ വീടിൻ്റെ പുറത്ത് നിന്നെടുത്ത് നിന്ന് വീടിൻ്റെ അകത്തോട്ടെത്തി. അതിനുശേഷം ഇവർക്കിടയിൽ ഒരു അവിഹിത ബന്ധം ഉടലെടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി. എന്നാൽ നൈബേഴ്സും മറ്റൊക്കെ ചില കാര്യങ്ങൾ നോട്ട് ചെയ്യാണ്. ശങ്കറില്ലാത്ത ടൈമിൽ സ്ഥിരമായിട്ട് ഈ കാർത്തിക് ശങ്കറിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ശങ്കറിൻ്റെ 16 വയസ്സുള്ള ഒരു മകളും ഈ ഒരു കാർത്തികും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ളൊരു ടോക്കും കൂടെ വരികയാണ്. അങ്ങനെ ഈ ഒരു സംസാരം റാണിയും കൂടെ കേൾക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് ഞാൻ വിളിച്ചു വരുത്തുന്ന ഇവൻ എൻ്റെ മകളുമായിട്ട് പ്രണയത്തിലാണെന്നുള്ള ഒരു സംസാരം വന്നപ്പോൾ അവർ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുമായിട്ട് ഇവൻ കറങ്ങാൻ പോകുന്നുണ്ട്, ബീച്ചിൽ പോകുന്നുണ്ട്, പാർക്കിൽ പോകുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ റാണിക്ക് മനസ്സിലായി. പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അതായത് ഈ ഒരു ശേഖറും മക്കളൊന്നും ഇല്ലാത്ത ടൈമിൽ ഈ റാണിയെ കാണാനായിട്ട് കാർത്തിക് വരുന്നത് പോലെ തന്നെ ഈ കാർത്തിക് ഇവിടെ വേറെ റാണിയും അതേപോലെ തന്നെ ശേഖറൊന്നും ഇല്ലാത്ത ടൈമിൽ ആളുടെ മൂത്ത മകളെ കാണാനും അങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ മനസ്സിലാക്കിയപ്പോൾ അവരാകപ്പാടെ ഷോക്കായിപ്പോയി. അതായത് താൻ ഒരു പയ്യനുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അഫെയർ കീപ്പ് ചെയ്ത ടൈമിൽ അതേ പയ്യൻ തന്നെ തൻ്റെ മക്കളുമായിട്ട് ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക പ്രണയബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അവർ ആകപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ആളുടെ മകളെ വിളിച്ചിങ്ങനെ ചോദിക്കുകയാണ് കേട്ടത് സത്യമാണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പെൺകുട്ടി താനും കാർത്തികും പ്രണയത്തിലാണ് എന്നുള്ള കാര്യം സമ്മതിക്കുകയാണ്. അപ്പോൾ കാർത്തികിന് എന്തായാലും നല്ലൊരു മരക്കടയും കാര്യങ്ങളുണ്ട്, നല്ല വരുമാനമൊക്കെ ഉണ്ട്. സോ ഈ ഒരു ബന്ധത്തിൽ എന്താണ് തെറ്റ്, എനിക്ക് പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിച്ചിങ്ങനെ സുഖമായിട്ട് ജീവിക്കാനാണ് എൻ്റെ തീരുമാനം എന്നുള്ളതൊക്കെ എന്താ പറയുക ഇവരുടെ അടുത്ത് ഈ പെൺകുട്ടി പറയുകയായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ റാണി ചിന്തിച്ചത് വേറൊരു തരത്തിലായിരുന്നു. ഇപ്പോൾ കാർത്തിക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കാർത്തികിനെ എപ്പോഴും അടുത്ത് കിട്ടും. പിന്നീട് നാട്ടുകാരുടെ ഒരു സീനോ ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഡീലായിരിക്കും എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുകയാണ്. കാർത്തികിനും അറിയായിരുന്നു എന്തെങ്കിലും താൻ പിടിക്കപ്പെടും എന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചായിരുന്നു മൂപ്പര് നടന്നിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരും കാർത്തികും കൂടെ സംസാരിക്കുകയാണ്. എന്നിട്ട് ഈ കാര്യങ്ങൾ അവർ കാർത്തികിൻ്റെ അടുത്ത് പറഞ്ഞു. കാർത്തിക് പറഞ്ഞു, ഞാൻ എന്തായാലും നിങ്ങളുടെ മകളെ തന്നെ വിവാഹം കഴിക്കാം, പ്രായമാകുന്ന ടൈമിൽ അങ്ങോട്ട് നമ്മൾ പ്ലാൻ പ്രകാരം നമുക്ക് നമ്മുടെ ലൈഫ് സന്തോഷമായിട്ട് മുന്നോട്ട് നയിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാർത്തിക് ഈ ഒരു റാണിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ 16 വയസ്സുള്ള മകളുടെ പ്രണയത്തിൻ്റെ കഥകൾ മുഴുവൻ ശങ്കർ അറിയുകയാണ്. ആളുടെ സുഹൃത്തുക്കൾ വഴിയായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞത്. മരക്കട നടത്തുന്ന കാർത്തികും അതുപോലെ തന്നെ നിൻ്റെ മകൾ ഇതേപോലെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞപ്പോൾ ഇയാൾ നേരെ കാർത്തികിൻ്റെ അടുത്ത് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ദയവായിട്ട് എൻ്റെ മകളെ നിങ്ങൾ വെറുതെ വിടണം. അതായത് അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. ഇപ്പോൾ അതൊക്കെ കഴിയട്ടെ, പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇപ്പോൾ അവളെയും കൊണ്ട് ഇങ്ങനെയുള്ള കറക്കങ്ങളും കാര്യങ്ങളൊക്കെ നിർത്തണമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറൊരു തരത്തിലോട്ട് അവളുടെ ഭാവിനെ തന്നെ നശിപ്പിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ കാർത്തികിൻ്റെ അടുത്ത് പറയുകയാണ്. കാർത്തിക് അതിന് ഓക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. എന്നാലും ആളുകളുടെ സ്വഭാവം ഒന്നും മാറ്റിയില്ല. ഇതേപോലെ തന്നെ കറങ്ങാൻ പോകുന്നതും വീട്ടിലോട്ട് വരുന്നതിലൊന്നും യാതൊരു ചേഞ്ചും ആൾ കൊണ്ടുവന്നില്ല. എന്നാലും ആൾ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറയുകയായിരുന്നു. അതിൻ്റെ ഒക്കെ വിഷമത്തിലായിരുന്നു ശങ്കർ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുറച്ച് നേരത്തെ പണി കഴിഞ്ഞിട്ട് ആൾ വീട്ടിലോട്ട് എത്തിയതാണ്. അപ്പോഴാണ് ആൾ മറ്റൊരു കാഴ്ച കാണുന്നത്. തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ കാർത്തികും ബെഡിൽ കിടക്കുന്ന കാഴ്ചയായിരുന്നു അത് കണ്ട് ആളുടെ കൺട്രോൾ കംപ്ലീറ്റ് പോവാണ്. ഇതുവരെ ആരുടെ അടുത്തും ദേഷ്യപ്പെടാത്ത ആൾക്ക് ആകപ്പാടെ ദേഷ്യം വന്നു. അയാൾ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് ഭാര്യയെയും അതുപോലെ തന്നെ ആ ഒരു കാർത്തികിനെയും അടിക്കുകയായിരുന്നു. കാർത്തികിനെ അടിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് തൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ഇനി നീ അവനായിട്ടുള്ള കോണ്ടാക്റ്റ് എല്ലാം നിർത്തിക്കോ, കാണാൻ വേണ്ട, സംസാരിക്കാൻ വേണ്ട, ഇനി അവനായിട്ടുള്ള യാതൊരു ഇടപാടും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ആകെ അവിടെ പ്രശ്നം ഉണ്ടാക്കി. എന്നാൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും റാണി മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇവരുടെ പ്ലാൻ പൊളിഞ്ഞതിൻ്റെ വിഷമത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതായത് ഇനിയിപ്പോൾ എന്തായാലും കാർത്തികിൻ്റെയും തൻ്റെ മൂത്ത മക്കളുടെയും കല്യാണം നടത്താനായിട്ട് ഈ ഒരു ശേഖർ സമ്മതിക്കില്ല. സോ ഈ ഒരു ശേഖർ തങ്ങളുടെ ബന്ധത്തിൻ്റെ ഇടയിൽ വിലങ്ങുതടിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആളില്ലാതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ തങ്ങൾക്ക് സുഖമായിട്ട് ആസ് പെർ പ്ലാൻ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ ഇവർ അടുത്തതായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ മകളെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. അതായത്, നിൻ്റെ പ്രണയത്തിൽ എനിക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, കാർത്തിക് നിന്നെ എന്തായാലും വിവാഹം കഴിക്കുമെന്ന് എനിക്ക് ഉറപ്പൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടിക്ക് വീണ്ടും ധൈര്യമായി. ഈ പെൺകുട്ടി കൂളായിട്ട് കാർത്തികിൻ്റെ കൂടെ കറങ്ങി നടക്കാനൊക്കെ തുടങ്ങി. എന്നാൽ ഈ ഒരു അമ്മ ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം മുന്നോട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കില്ല. എന്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ അച്ഛൻ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ മകളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛനെ കൊല്ലാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തി. അതേപോലെ ആ ഒരു ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മകൾക്ക് തൻ്റെ കാമുകനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അതിരാവിലെ ഇയാൾ എന്തായാലും പെട്ടി ഓട്ടോറിക്ഷ എടുത്തിങ്ങായിട്ട് മീൻ വാങ്ങാനായിട്ട് പോകുന്ന വഴിയിലോ വരുന്ന വഴിയിലോ ആരും ഇല്ലാത്ത ടൈമിൽ ആളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ സീനൊന്നും ഉണ്ടാവില്ല. ഒരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് ആളെ കൊലപ്പെടുത്തിയാൽ മതി. ഇനിയിപ്പോൾ ആൾ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പെട്രോൾ ബോംബ് കൂടെ എറിഞ്ഞാൽ മതി, ആളെന്തായാലും ചത്തുവോക്കോളും എന്നുള്ളൊരു പ്ലാനായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിലവൊക്കെ ഉണ്ടായിരുന്നു. വണ്ടി സെറ്റാക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2.5 ലക്ഷം രൂപ ഈ ഒരു റാണി തൻ്റെ ആഭരണങ്ങളും മറ്റുമൊക്കെ പണയം വെച്ചിങ്ങായിട്ട് ഈ കാർത്തികിന് കൊടുക്കുകയാണ്. കാർത്തിക് അങ്ങനെ ഒരു വണ്ടി സെറ്റാക്കി. അങ്ങനെയാണ് ആ ഒരു 13-ാം തീയതി ഈ ശങ്കർ ചരക്കെടുത്ത് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അയാളെ അറ്റാക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ അയാളെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതും. എന്നാൽ ആൾ ആ ഒരു സമയത്ത് മരണപ്പെട്ടില്ല. ആൾ നേരെ കാട്ടിലോട്ടുകൂടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിന് ശേഷം കാർത്തികിന് ആകപ്പാടെ പേടിയായി. കാരണം തൻ്റെ മുഖം ആൾ കണ്ടിട്ടുണ്ടോ, ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പോലീസിൽ പോയിട്ട് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെടും എന്നുള്ളൊരു കാര്യം ഈ ഒരു കാർത്തികിന് അറിയായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഒരു പേടി റാണിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ശങ്കറിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾ ക്ലിയർ ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ ജീവനും കയ്യിൽ പിടിച്ച് ഓടിയതായിരുന്നു. ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ആൾക്ക് ഉണ്ടായിരുന്നില്ല. ഇതാരാണ്, എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അങ്ങനെ ഇരിക്കെ ഇനിയും വൈകി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് തങ്ങളുടെ തലയിലോട്ട് വരും എന്നുള്ള ഒരു ചിന്ത റാണിക്ക് വരികയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇയാളെ കൊല്ലണം എന്നുള്ളൊരു പ്ലാനിലോട്ടും അവരെത്തി. വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലോട്ടാണ് അവരെത്തിയത്. ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ബന്ധുക്കളൊന്നും വരില്ല, പിന്നെ ബന്ധുക്കളുടെ വലിയൊരു പ്രവാഹമൊന്നും ഉണ്ടാവില്ല. സോ ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് നീറ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അവരെത്തിയത്.
അങ്ങനെ ഇതേപോലെ തന്നെ ആ ദിവസം ആൾ രാത്രി കിടന്നുറങ്ങുന്ന ടൈമിൽ 16 വയസ്സുള്ള മകൾ കാർത്തികിനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്താണ് അച്ഛനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം മകളും അമ്മയും എന്താ പറയുക കയ്യും കാലും പിടിച്ചു. കാർത്തിക് ഒരു ഇരുമ്പിൻ്റെ റോഡ് എടുത്തിട്ട് അയാളുടെ തലക്കടിച്ചു. അപ്പോൾ ആളുടെ തല പൊട്ടി ചോര വന്നു. ആ ഒരു ടൈമിൽ അയാളെ കഴുത്ത് ഞെരിച്ച് ഇവർ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ആളുടെ ബോഡി ചാക്കിലാക്കി അതിനുശേഷം അവിടെ നിന്ന് നേരെ ബൈപ്പാസിലോട്ട് കൊണ്ടുപോയി അവിടെ ഇട്ട് കത്തിച്ചു. എന്നാൽ ഈ ഒരു ചാക്കൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഇയാളുടെ എന്താ പറയുക ബോഡിയിൽ നിന്ന് ബ്ലഡ് ഇതേപോലെ തന്നെ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നത് ഇവർ ആ ഒരു ടൈമിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവ് എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ചിറ്റയുടെ സംശയമാണ്. ഒരു 10-60 വയസ്സോളം ഉണ്ടാവും അവർക്ക്. അവർ നോക്കിയപ്പോൾ ഇവരുടെ മുഖഭാവങ്ങളൊന്നും തന്നെ ശരിയല്ല. അതുപോലെ തന്നെ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് ബ്ലഡിൻ്റെ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇവർ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളൊരു സംശയം അവർക്കുണ്ടായി. അവരവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോയത്. എന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് പറയുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ ഫൈനലി ഇവരെ 3 പേരെയും പിടികൂടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ചിറ്റക്ക് അങ്ങനെ തോന്നിയില്ലായിരുന്നുവെങ്കിൽ മേ ബി ചിലപ്പോൾ ഇവരെ പിടികൂടാൻ തന്നെ പറ്റില്ലായിരുന്നേനെ അല്ലേ. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ജയിലിലാണ് ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പ്ലീസ് സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.